സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിരുന്നു എക്സ് ഇതുവരെ. എന്നാൽ ഇനി മുതൽ സൗജന്യ സേവനങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എക്സ്. അക്കൗണ്ട് തുറക്കുന്ന പുതിയ ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ലൈക്ക്, പോസ്റ്റ്, റിപ്ലൈ, ബുക്ക് മാർക്ക് എന്നിവ ചെയ്യുന്നതിന് ചെറിയൊരു തുക ഈടാക്കാനാണ് എക്സിന്റെ പുതിയ തീരുമാനം. ഇക്കാര്യത്തിൽ ഇലോൺ മസ്ക് സൂചന നൽകിയിട്ടുണ്ട്. എക്സിൽ പങ്കിട്ട ഒരു പോസ്റ്റിലൂടെയാണ് ഇലോൺ മസ്ക് ഉപയോക്താക്കൾക്ക് സൂചന നൽകുന്നത്. എക്സ് ഡെയിലി എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റിന് മറുപടിയായിട്ടാണ് ഇലോൺ മസ്കിന്റെ പോസ്റ്റ്. തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിനും മെച്ചപ്പെട്ട അനുഭവം ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണിതെന്നാണ് കമ്പനിയുടെ വാദം. എന്നാൽ എന്നു മുതലായിരിക്കും പണം നൽകേണ്ടി വരിക എന്നോ എത്ര പണം നൽകേണ്ടി വരും എന്നോ മസ്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ഫോളോ ചെയ്യുന്നതിനും എക്സിൽ വിവരങ്ങളും അക്കൗണ്ടുകളും തിരയുന്നതിനും പണം ഈടാക്കില്ല. ബോട്ടുകളും വ്യാജ അക്കൗണ്ടുകളും ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ എക്സിൽ പുതിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് മസ്ക് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ എക്സിലെ ബോട്ട് ആർമികളെ നേരിടാനുള്ള മികച്ച മാർഗം നിശ്ചിത തുക ഈടാക്കുകയാണെന്ന് മസ്ക് അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസിലാൻഡിലും ഫിലിപ്പീൻസിലും ഇതിനകം ഈ സംവിധാനം അവതരിപ്പിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിൽ $1.75 ഈടാക്കിയിരിക്കുന്നത്. US ഇത് അവതരിപ്പിക്കപ്പെട്ടാൽ $1 ആയിരിക്കും നിരക്കെന്നാണ് കരുതുന്നത്. എക്സ് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ബോട്ട് അക്കൗണ്ടുകൾ. ഓൺലൈൻ ക്യാമ്പയിനുകൾക്കും തട്ടിപ്പുകൾക്കുമായി ഉപയോഗിക്കുന്ന ഇത്തരം അക്കൗണ്ടുകൾ നീക്കം ചെയ്ത് പ്ലാറ്റ്ഫോമിലെ വ്യാജ വാർത്ത, നിയമവിരുദ്ധ ഉള്ളടക്കങ്ങളുടെ പ്രചരണം എന്നിവയെല്ലാം നിയന്ത്രിക്കാൻ മസ്ക് പദ്ധതിയിടുകയാണ് ഇതിലൂടെ. ഒപ്പം കമ്പനിക്ക് മറ്റൊരു വരുമാന സ്രോതസ് കൂടിയാകും ഇതെന്നതിൽ സംശയമില്ല.